വൺസ് എ ജേർണലിസ്റ്റ് ഓൾവേസ് എ ജേർണലിസ്റ്റ് സാറാ പറഞ്ഞു. സാറിൻ്റെ ആ ഒരു അഭിരുചി, സാറിൻ്റെ അഭിനിവേശം മാധ്യമ പ്രവർത്തകനായിട്ടുള്ളത്. ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് കഴിഞ്ഞാലും സാർ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായ ഒരു OTT പ്ലാറ്റ്ഫോം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ സാറിനൊരു പ്രവൃത്തി സ്വാതന്ത്ര്യം, ഒരു മാധ്യമ സ്വാതന്ത്ര്യം അതിൽ കൂടെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, അതോ കാലത്തിനനുസരിച്ച് ഇനി വരും കാലം അതാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പേരിലാണ് OTT പ്ലാറ്റ്ഫോം? OTT പ്ലാറ്റ്ഫോം ഒരു അനന്ത സാധ്യതകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നമുക്ക് ഒരു സമയം ഒരു പരിപാടി മാത്രമേ കാണാൻ പറ്റൂ. ഒന്നുകിൽ ഒരു അഭിമുഖം, അല്ലെങ്കിൽ ഒരു വാർത്ത, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന ഒരു അടിയന്തര സംഭവങ്ങൾ, ഒരു ലൈവ് ടെലികാസ്റ്റ്, അതേപോലെയുള്ള കാര്യങ്ങൾ. OTT പ്ലാറ്റ്ഫോം നമുക്ക് നെറ്റ്ഫ്ലിക്സ് അതുപോലെയുള്ള വലിയ വലിയ സിനിമകളൊക്കെ, അനേകം സിനിമകൾ, അത് ജനങ്ങളുടെ ചോയ്സാണ്. അതിൽ ഒരേ സമയം നമുക്ക് കണ്ണൂരിൽ നടക്കുന്ന ഒരു പരിപാടിയും തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു സർക്കാർ പരിപാടിയും ഒരേ സമയത്ത് തന്നെ ലൈവായിട്ട് കൊടുക്കാൻ പറ്റും. ഡൽഹിയിൽ നടക്കുന്നൊരു പരിപാടിയും ലൈവായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ സ്ഥിരം പരിപാടികൾ കൊടുക്കാൻ പറ്റും. വാർത്താ ബുള്ളറ്റിനുകൾ ഒരേ സമയം കൊടുക്കാൻ പറ്റും. ജനങ്ങൾ ഇഷ്ടമുള്ള എടുക്കാം. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കാം, VOD, വീഡിയോ ഓൺ ഡിമാൻഡ് കൊടുക്കാൻ പറ്റും. അതേപോലെയുള്ള പല പരിപാടികളും കൊടുക്കാൻ പറ്റും. അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാൻ കഴിയും. അത് വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് OTT പ്ലാറ്റ്ഫോം. ഞാനതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് അത് കൊള്ളാമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന് ഭയങ്കര അഭിനിവേശമാണ് മാധ്യമ പ്രവർത്തനത്തിനോട്. അപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, സാറിന് ഇനി ഒരു ആയുസ്സും കൂടി കിട്ടി, ഒരു ജന്മം കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സാർ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമോ, അതോ ഒരു മാധ്യമ പ്രവർത്തകനായി തന്നെയാണോ, അതോ മറ്റൊരു തൊഴിൽ സാർ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, ഇപ്പോഴത്തെ നിലയ്ക്ക് എനിക്ക് മാധ്യമ പ്രവർത്തനം ഞാൻ ഇഷ്ടപ്പെട്ടു പോയതാണ്. ഇന്നത്തെ സാഹചര്യത്തിലെ മാധ്യമ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ അല്ല, അതൊന്നും പ്രശ്നമല്ല. സാറായി നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വഴിക്കേ പോവുള്ളൂ. ഞാൻ എല്ലാ ഉദാഹരണത്തിന് എൻ്റെ ഒരു പ്രധാനപ്പെട്ട, എനിക്കതിൽ അഭിമാനമുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരു പ്രധാന സംഭവം കേരളത്തിലെ ISRO ചാരക്കേസാണ്. ഞാൻ ഇന്ത്യ ടുഡേ മലയാളം അതിനകത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. എനിക്ക് വേണമെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ ടുഡേയിൽ. മാതൃഭൂമിയിലും ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചും ഞങ്ങളുടെ ഇൻഡിപെൻഡൻസിനെക്കുറിച്ചും ഒന്നും ഞങ്ങളുടെ പത്രാധിപന്മാർക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. എൻ്റെ കൊലീഗ്സ് ഞങ്ങളെല്ലാം ഒന്നിച്ച് ഞങ്ങളെയൊക്കെ അഴിച്ചു വിട്ടേക്കായിരുന്നു മാതൃഭൂമിയിൽ. എന്ത് സ്വാതന്ത്ര്യമായിരുന്നു. ഞങ്ങളൊക്കെ വലിയ ഒരു സാധാരണ കൊളോക്കിയൽ പ്രയോഗത്തിൽ ഇടിവെട്ടുന്ന വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെയാണ് മാതൃഭൂമിയുടെ സർക്കുലേഷനൊക്കെ തിരുവനന്തപുരത്ത് കൂടിയത്. 80കളിൽ അടിച്ച് കലക്കിയിട്ടുണ്ട്. അത് രസമായിരുന്നു. ഞങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. എത്ര മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത് ഞങ്ങൾ റിപ്പോർട്ടർമാർ, തിരുവനന്തപുരത്തെ ചെറിയ പുതിയ തലമുറ റിപ്പോർട്ടർ, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ ടുഡേയിൽ അതിനെക്കാട്ടിലും വലിയ സ്വാതന്ത്ര്യമായിരുന്നു. ഞാൻ കേരളത്തിലെ ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ വന്ന സമയത്താണ് എന്നെ ഇന്ത്യ ടുഡേയിൽ എടുത്തത്. ഞാൻ കേരളത്തിലെ ലേഖകനായിരുന്നു. കേരളം മുഴുക്കെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ISRO ചാരക്കേസ് വരുന്നത്, 93-94 ഘട്ടത്തിൽ. അവിടെ വെച്ച് എനിക്ക് വേണമെങ്കിൽ വലിയ ചാരക്കേസ്, അടുത്ത് നമ്പിനാരായണൻ പ്രതി, 2 വനിതാ മാലി സുന്ദരിമാർ, മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നീ 2 സുന്ദരിമാർ, പത്രങ്ങളുടെ വർണ്ണനയാണ്. അവർ കൂടി ISROയുടെ അതീവ രഹസ്യങ്ങൾ ഉന്നത ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ അവരിൽ നിന്നൊക്കെ ചോർത്തിയെടുത്തു. എന്നിട്ട് പാകിസ്ഥാനിലേക്ക് അയച്ചു. എന്തൊക്കെ വാർത്തകളാവുന്നത്. ഞാനിതൊക്കെ വായിച്ചിട്ട് ഞാൻ നോക്കിയിട്ടെങ്കിൽ എനിക്കൊരു വാർത്തയും കിട്ടുന്നില്ല. എനിക്കിതൊക്കെ അറിയാം, പക്ഷേ എനിക്ക് വാർത്ത തരുന്നവർക്ക് എൻ്റെ മുന്നിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ഞാൻ പറയും, എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. അദ്ദേഹം കൂട്ടാക്കുന്നില്ല സംസാരിക്കാൻ. ഞാൻ സിബി മാത്യൂസിനെ കണ്ടു. അന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ഇൻറ്റഗ്രിറ്റിയുള്ള, സത്യസന്ധതയുള്ള, ഉള്ളത് പറയാമല്ലോ, കൈക്കൂലി മേടിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അല്ല, നമുക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു.
എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ CB മാത്യു അന്വേഷിക്കണം എന്നൊരു ആവശ്യം ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുമായിരുന്നു അന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, തിരുവനന്തപുരത്ത് കുമാരപുരത്ത് പൂന്തി റോഡിൽ രാത്രിയിലൊക്കെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ പോയി സംസാരിച്ചു. അദ്ദേഹം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യ ടുഡേ വലിയ വാർത്തയായിട്ട് കൊടുക്കുമായിരുന്നു, കവർ സ്റ്റോറിയാക്കി കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ എൻ്റെ ഫോട്ടോഗ്രാഫർ ശങ്കർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്പിനാരായണനെയും അറസ്റ്റ് ചെയ്യുന്നവരെയും എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഭയങ്കര ഗംഭീര ഫോട്ടോ. ഇന്ത്യ ടുഡേക്ക് ഫോട്ടോ വളരെ പ്രധാനമാണ്. നല്ല ഫോട്ടോ ഇല്ലെങ്കിൽ എത്ര ഇടിവെട്ട് സ്റ്റോറി ആണെങ്കിലും കൊടുക്കത്തില്ല. ഫോട്ടോ വേണം, പടങ്ങൾ വേണം. പടങ്ങളാണ് ഇന്ത്യ ടുഡേയുടെ വലിയ പ്രത്യേകത. അതിൻ്റെ വർണ്ണപ്പകിട്ടുള്ള അച്ചടിയും ഒക്കെയാണ് കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ വലിയ സംഭവമായി ഇന്ത്യ ടുഡേ മലയാള എഡിഷൻ. കാരണം അതിൻ്റെ അച്ചടിയിലൊരു മേന്മ മാത്രമല്ല, അതിൻ്റെ കണ്ടൻറ്റിലുള്ളൊരു വൈവിധ്യം, ക്രെഡിബിലിറ്റി, വിശ്വാസ്യത. ഇന്ത്യ ടുഡേയിൽ ഒരൊറ്റ സ്റ്റോറി ആരും വെല്ലുവിളിച്ചിട്ടില്ല. കാരണം ആ വിശ്വാസ്യതയെ ഞങ്ങൾ കാത്തു. അതുതന്നെയാണ് എനിക്കറിയാം. എൻ്റെ മാഗസിൻ, ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇന്ത്യ ടുഡേയാണ്. അതിന് കളങ്ക് വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എന്തെങ്കിലും സ്റ്റോറി ആവശ്യമില്ലാതെ എഴുതി ആപത്തിൽ ചാടുന്നതിനേക്കാൾ നല്ലത് എഴുതാതിരിക്കുന്നതാണ്. ഞാനതുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ എൻ്റെ എഡിറ്റർ ശേഖർ ഗുപ്ത വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് അത് എഴുതിയില്ല? ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രോപ്പറായിട്ടൊരു സോഴ്സ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. പിന്നെയാണ് അന്വേഷണം. ഞാനൊരു ഇച്ചിരി കഥയോടെ പറയട്ടെ. എൻ്റെ അകത്തെ IB ഉദ്യോഗസ്ഥർ, IBയും കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥരും കൂടിയാണ് ISRO ചാരക്കേസ് ചമച്ചുണ്ടാക്കിയത്. അതിൽ 2 ഉദ്യോഗസ്ഥർ, മാത്യു ജോൺ, RB ശ്രീകുമാർ, ഇവർ രണ്ടുപേരും കൂടി അന്നത്തെ DGP മധുസൂദനനെ കാണാൻ പോകുന്നു. അദ്ദേഹത്തോട് പറയുന്നു, രമൺ ശ്രീവാസ്തവ, DIG രമൺ ശ്രീവാസ്തവ, അദ്ദേഹം ISRO ചാരക്കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. TV മധുസൂദനൻ പറഞ്ഞു, എന്താണ് തെളിവ്? തെളിവൊന്നും തരാനില്ല. പിന്നെ അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ വിവരമുണ്ട്, IB ഉദ്യോഗസ്ഥർക്ക് വിവരമുണ്ട്, നിങ്ങൾ അവരെ സസ്പെൻഡ് ചെയ്യണം. എനിക്കൊരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തീർത്തു പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല. DGP മധുസൂദനൻ, DGPയുടെ കേരളത്തിലെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് 2 IB ഉദ്യോഗസ്ഥരും ബൂട്ട് ആഞ്ഞു ചവിട്ടി ദേഷ്യം പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയി. അവർ 2 പേരും അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ മുഖ്യമന്ത്രി കെ കരുണാകരനെ പോയി കണ്ടു, ക്ലിഫ് ഹൗസിൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ തെളിവ് വേണ്ടേ? എന്ത് തെളിവാണ് ഉള്ളത്? അവർക്ക് തെളിവ് കൊടുക്കാനില്ല, തെളിവ് പറയാനില്ല. ശരി, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രി കരുണാകരൻ ഡൽഹിയിൽ വിളിച്ചു. കരുണാകരൻ അന്ന് കിങ് മേക്കറാണ്. 91 ഗവൺമെൻറ്റാണ് കെ കരുണാകരൻ്റെ ഗവൺമെൻറ്, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. കെ കരുണാകരൻ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അന്ന് ഡൽഹിയിൽ വിളിച്ചിട്ട് അന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി, CBIയുടെ ഒക്കെ ചുമതലയുള്ളത് മന്ത്രിയെ വിളിച്ച് പറഞ്ഞു, ISRO ചാരക്കേസ് വല്ലാത്തൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്, അത് CBIക്ക് വിടണം. പിറ്റേന്ന് ഉത്തരവ് വന്നു, ഈ കേസ് CBIക്ക് വിട്ടുമുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ കൊച്ചിയിൽ വെച്ച് CBI ഉദ്യോഗസ്ഥരെ കണ്ടു. ഞാൻ എറണാകുളത്ത് വന്ന് താമസിച്ച് ഉദ്യോഗസ്ഥൻ, ജോയിൻറ്റ് ഡയറക്ടർ, ഒരു IG കെ മധുസൂദനൻ നായർ, അദ്ദേഹം നേരിങ്ങര സ്വദേശിയാണ്, മലയാളിയാണ്. മറ്റേയാൾ JD ശർമ്മ, എനിക്ക് പേര് ശരിക്കും ഓർക്കുന്നില്ല, കുറേ വർഷങ്ങളായി. അവർ 2 പേരെയും രാത്രി അപ്പോയിൻമെൻറ്റ് മേടിച്ച് ഞാൻ അവരുടെ ഓഫീസിൽ പോയി കണ്ടു. ഓഫീസല്ല, അവർ താമസിക്കുന്നത് ഗസ്റ്റ് ഹൗസ്, എറണാകുളത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. അവിടെ പോയി കണ്ടു. രാത്രി കുറേ വർത്തമാനം പറഞ്ഞു. ഇനിയും പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ രാത്രി പോയി. കാരണം പകലൊക്കെ അവർ അന്വേഷണം, അതിൻ്റെ റിപ്പോർട്ട് എഴുതലൊക്കെയാണ്. അവരാ കഥ മുഴുക്കെ എന്നോട് പറഞ്ഞു തന്നു, 2-3 രാത്രികളിലായിട്ട്. രാത്രി വെളുക്കോളം ആ വലിയ CBI ഉദ്യോഗസ്ഥരുടെ കൂടെ ഞാൻ സമയം ചിലവഴിച്ചു. എല്ലാം ഞാൻ എഴുതിയെടുത്തു.
എനിക്കിവിടെ നടന്ന കേരള പോലീസിൻ്റെ കഥ എനിക്കറിയാം. CBI അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് അവർ പറയുന്നത്. ഷേർഗുപ്തയും ഞാനും കൂടിയാണ് ആ സ്റ്റോറി എഴുതുന്നത്. ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിലും ഇന്ത്യ ടുഡേ മലയാളത്തിലും. മലയാളത്തിൽ ഇത് കവർ സ്റ്റോറിയാണ്. ISR ചാരക്കേസ് നിറം പിടിപ്പിച്ച നുണക്കഥകൾ എന്നാണ് തലക്കെട്ട്. ഷേർഗുപ്തയും ഞാനും കൂടി എഴുതിയ വലിയ കവർ സ്റ്റോറി. അങ്ങനെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങളത് പൊളിച്ചു. കേരള പോലീസുകാരെ നമുക്കെതിരെ കേസൊക്കെ കൊടുത്തു. ഭയങ്കര കേസ്, സിവിലായിട്ടും ക്രിമിനലായിട്ടും ഡിഫമേഷൻ കേസ്. അതിനകത്ത് 1-ാം പ്രതി മറിയം റഷീദ, 2-ാം പ്രതി ഫൗസിയ ഹസൻ, 3-ാം പ്രതി അരുൺ പുരി ഞങ്ങളുടെ ചീഫ് എഡിറ്റർ, 4-ാം പ്രതി ശേഖർ ഗുപ്ത എൻ്റെ എഡിറ്റർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. അങ്ങനെ നമ്മളെല്ലാ 15 ദിവസം കൂടുമ്പോഴും ഈ പ്രതികൾ മറിയം റഷീദയും ഫൗസിയ ഹസനെയും തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ കൊണ്ടുവരും. അങ്ങനെ കേസ് കുറേ കാലം നീണ്ടുപോയി. അങ്ങനെ ആയപ്പോൾ CBIയുടെ കേസ് ഇങ്ങനെ ഹൈക്കോടതി അത് അംഗീകരിച്ചു. സുപ്രീം കോടതി പോയി. കേരള പോലീസിലെ ചിലർ അപ്പോഴും ഈ കേസിൽ ചാരപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ചു. അവരതിനു വേണ്ടി പിടിച്ചു. രാഷ്ട്രീയമായിട്ട് സമ്മർദ്ദം ചെലുത്തി. ഞങ്ങളുടെ കേസ് ഇങ്ങനെ തുടരാനും ഞങ്ങളുടെ എഡിറ്റർ, ഇന്ത്യ ടുഡേ എഡിറ്റർ അരുൺ പുരി ഉൾപ്പെടെയുള്ളവരെ പിടിച്ച് ജയിലിലാക്കാനും അല്ലെങ്കിൽ ഡിഫമേഷൻ കേസിൽ പ്രതികളാക്കാനും ശിക്ഷിപ്പിക്കാനും ഒക്കെയുള്ള നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മളത് പിടിച്ചു നിന്നു. ഞാൻ എല്ലാ തവണയും കേസ് വിളിക്കുമ്പോൾ നമ്മൾ പോകും. പക്ഷേ അത് ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തു. അതൊരു വലിയ ഭാരമായിട്ടോ ഭീഷണിയായിട്ടോ ഒന്നും കൈകാര്യം ചെയ്തില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ പത്രാധിപർ ഇന്ത്യയിലെ ഏറ്റവും നല്ല അഭിഭാഷകരെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഞങ്ങൾ വക്കീലുമാരെ വെച്ചു. ഡൽഹിയിൽ നിന്ന് ഓരോ നല്ല പ്രധാനപ്പെട്ട ഹിയറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഡൽഹിയിൽ നിന്ന് മുതിർന്ന വക്കീലുമാർ തിരുവനന്തപുരത്തെത്തി. ഞങ്ങൾ ഹൈക്കോടതി വരും. അങ്ങനെ ചെയ്തു. കുറേ ഫൈറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ സ്ഥാപനം ഇന്ത്യ ടുഡേ ഞങ്ങളുടെ കൂടെ നിന്നു. അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ മറ്റൊരു വശം ഞാൻ കാണിക്കുകയായിരുന്നു. ഇന്ത്യയിൽ തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് നമ്മുടെ ഈ നമ്പിനാരായണൻ്റെ കേസ്. അപ്പം നമുക്കറിയാം, അപ്പോൾ സാറിൻ്റെ ആ ഒരു നിലപാട്, മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഇതുപോലത്തെ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ടി വരും. മറ്റേതെങ്കിലും സാറിൻ്റെ ഓർമ്മകൾ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഇതുപോലെ ചേർന്ന് നിൽക്കുന്നത്? അല്ല, ഇതുപോലെയുള്ളത് ഇതൊക്കെ നമ്മളിങ്ങനെ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ജനറൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അസാധാരണമാണ്. എങ്കിലും എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ കിട്ടും. ഒരു ദിവസം മാതൃഭൂമി, ഞങ്ങളൊരു ചെറുപ്പക്കാരായ ലേഖകരായിരുന്നു. നമ്മുടെ നിയമസഭയിലൊക്കെ നമുക്കൊരു വലിയ റോളൊന്നുമില്ല നിയമസഭാ റിപ്പോർട്ടിങ്ങിൽ. എങ്കിലും ഞങ്ങൾ രാവിലത്തെ ചോദ്യോത്തരം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, സബ്മിഷൻ, അതൊക്കെയാണ് ഞങ്ങൾ ജൂനിയർ റിപ്പോർട്ടർമാരുടെ ചുമതല. അപ്പം ഞാൻ പത്രപ്രവർത്തകനാകുമ്പോൾ നമുക്ക് ഒത്തിരി ബന്ധങ്ങൾ വേണം. മന്ത്രിമാരുമായിട്ട് പരിചയം വേണം, ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല അടുപ്പം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വാർത്തകളൊക്കെ കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊക്കെ കിട്ടണമെങ്കിൽ അവർ സംസാരിക്കണം, അവരുമായിട്ടൊക്കെ സംസാരിക്കണം, അതിൻ്റെ അകത്തേക്ക് കടക്കണം. രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് കടക്കണമെങ്കിൽ നേതാക്കന്മാരുമായിട്ട് നല്ല ഇൻറ്റിമസി വേണം. ഞാനങ്ങനെ എൻ്റെ ഗുരുക്കന്മാർ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ IAS ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഞാൻ നല്ല ബന്ധമുണ്ടാക്കി. ഒരിക്കലും അന്നത്തെ 1985 വി രാമചന്ദ്രൻ സാറാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. അദ്ദേഹത്തെ ഞാൻ ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിനും എപ്പോൾ ചെന്നാലും കാണാൻ പറ്റും. ഒരു ദിവസം ഞാനങ്ങനെ കെ മണി ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. അപ്പം ബജറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മുതിർന്ന പത്രപ്രവർത്തകരാണ്. അപ്പം ഞാൻ പതിവ് പോലെ അവിടെ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എന്നാൽ ചീഫ് സെക്രട്ടറി ഒന്ന് കണ്ടു കളയാൻ വെറുതെ കയറിയതാണ്. അദ്ദേഹത്തെ ഉൾക്കൊണ്ടെന്ന് സംസാരിക്കാം. അപ്പോഴത്തെ എന്നെ കണ്ടപ്പോഴേ, ജേക്കബ് കം സിറ്റ് ഹിയർ ജേക്കബ്, ഐ വാണ്ടഡ് ടു ടെൽ യു സംതിങ് ജേക്കബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, യു നോ ദ ബജറ്റ് ടുഡേ, ഇന്നത്തെ ബജറ്റ് ഉണ്ടല്ലോ,
അത് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞതാണ്, അത് കമ്മി ബജറ്റ്, മിച്ച ബജറ്റാണ്. മിച്ച ബജറ്റ് അവതരിപ്പിച്ചുകൂടാ, അത് ശരിയല്ല. കെ എം മാണി വളരെ പ്രഗത്ഭനായ, കേരളത്തിലെ പ്രഗത്ഭനായ, ദീർഘകാലം ധനകാര്യമന്ത്രിയായിരുന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബജറ്റ് മിച്ച ബജറ്റായിരുന്നു. സാധാരണ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ മിച്ചം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥിതിയിലുള്ള സാമ്പത്തിക സംവിധാനം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകം, ഇറ്റ് ഈസ് എ ഫ്രോഡ് ഓൺ ദ ഗവൺമെൻറ്, ഇറ്റ് ഈസ് എ ഫ്രോഡ് ഓൺ ദ ബജറ്റ് സിസ്റ്റം, വി ഹാവ് അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാനൊക്കെ ഭയങ്കര ത്രില്ലായി. നമ്മളൊരു വളരെ ചെറുപ്പക്കാരനായ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അദ്ദേഹം കുറേ പറഞ്ഞു, എനിക്കത് കുറേ പഠിപ്പിച്ചു തന്നു, ബജറ്റ് സിസ്റ്റമെല്ലാം. ഞാൻ ചാടി ഇറങ്ങി. എനിക്കൊരു SD മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ട്. ചാടി ഇറങ്ങി ഓഫീസിൽ പോയി. എൻ്റെ എഡിറ്റർ MD നാലപ്പാടാണ്. നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു. എഡിറ്റർ, എനിക്ക് ഇങ്ങനൊരു വലിയ സ്റ്റോറി കിട്ടി കേട്ടോ, എന്ത് ചെയ്യണം? ഞാനിതിൽ അദ്ദേഹത്തോട് വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എളുപ്പം എഴുത്, കൊടുത്തു, നമുക്ക് എല്ലാവർക്കും അയച്ചേക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എല്ലാ ഡെസ്കിലും എല്ലാ ന്യൂസ് എഡിറ്റർമാരെയും വിളിച്ച് പറഞ്ഞു, ഇത് മെയിൻ സ്റ്റോറി ആക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വളരെ ശക്തമായിട്ടൊരു സ്റ്റോറി എഴുതി തയ്യാറാക്കി. അന്നത്തെ മെയിൻ സ്റ്റോറിയായി അത്. പിറ്റേ ദിവസം കേരളത്തിലെ നടുക്കിയ ഒരു സ്റ്റോറിയാണ് കെ എം മാണിയുടെ ബജറ്റിനെതിരെയുള്ള സ്റ്റോറി, മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി, എൻ്റെ സ്റ്റോറി. അത് നമുക്ക് ത്രില്ലാണ്. ഞാൻ ചെറുപ്പക്കാരനായ ഒരു ജേർണലിസ്റ്റ്, അങ്ങനെയാണ് നമ്മളെ ഒരു പത്രപ്രവർത്തകനായിട്ട് നമ്മളെ ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ്. അത് നമ്മുടെ തന്നെ പ്രവർത്തനം കൊണ്ടാണ് നടക്കേണ്ടത്. നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ തന്നെ പുതിയ സ്റ്റോറികൾ കണ്ടുപിടിക്കണം, നമ്മൾ തന്നെ പുതിയ സോഴ്സുകളെ കണ്ടുപിടിക്കണം, നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കണം, നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ വായിക്കണം, ഓരോ വിഷയത്തിൻ്റെയും ഉള്ളിലേക്ക് കടക്കണം. വി ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ഇഷ്യൂസ്, ഇൻ ടു ടോപ്പിക്സ്. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ തന്നെ ഒരു പ്രഗത്ഭനായ, പൊതുസമൂഹത്തിന് സ്വീകാര്യനായ ഒരു ജേർണലിസ്റ്റായിട്ട് നമ്മൾ സ്വയം മാറുകയുള്ളൂ, വളരുകയുള്ളൂ. ഓക്കെ സാർ, വളരെയധികം നേരം സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറിൻ്റെ പോയകാല ഓർമ്മകളിൽ കൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു. സാറിൻ്റെ നിലപാടുകൾ, സാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെ ഈ വരുന്ന കാലത്തെ മാധ്യമപ്രവർത്തകർക്കും ഒരു വഴിവെളിച്ചമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സാറിന് മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ OTT എന്താണെങ്കിലും സാറിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. സാർ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെയധികം നന്ദി സാർ. ഇത്രയും നേരം നമ്മളോടൊപ്പം ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കിൽ ഉണ്ടായിരുന്നത് ശ്രീ ജേക്കബ് ജോസ് സാറാണ്. സാറിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി കടന്നു വരുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.